ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഈ കഥ നേതൃത്വത്തെക്കുറിച്ചുള്ളൊരു കഥയാണ്. ഒരു അധികാരി അല്ലെങ്കിൽ ഒരു ലീഡർ എങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നൊരു കഥയാണ്. ഈ കഥ ഇങ്ങനെയാണ്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട നദികൾ ജീവശക്തിയായി ഒഴുകുന്ന പച്ചപ്പിൻ്റെ നിറങ്ങൾ ഒരിക്കലും മങ്ങാത്ത ഒരു ഗ്രാമമുണ്ടായിരുന്നു, സൂര്യപുരം ഒരു കാലത്ത് സമൃദ്ധിയുടെയും ഐക്യത്തിൻ്റെയും മാതൃകയായിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ ഗ്രാമം മാറി. മഴക്കുറവ്, വിളവില്ലായ്മ, യുവാക്കളുടെ കുടിയേറ്റം, അധികാരക്കളികൾ എല്ലാം കൂടി സൂര്യപുരത്തെ പതുക്കെ തളർത്തി. ഗ്രാമസഭയുടെ യോഗങ്ങൾ തർക്കങ്ങളാൽ നിറഞ്ഞിരുന്നു. നേതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും നേതൃത്വം ഉണ്ടായിരുന്നില്ല. ആ ഗ്രാമത്തിൽ തന്നെയായിരുന്നു മാധവൻ എന്ന 45-കാരൻ. അവൻ ഗ്രാമപ്രമുഖനല്ല, അവന് വലിയ ഭൂമിയില്ല, പഠനം 10ാം ക്ലാസ് വരെ മാത്രം. പക്ഷേ മാധവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൻ ആളുകളെ ശ്രദ്ധിച്ചു കേൾക്കും. കൃഷിപ്പണിക്കിടയിൽ വൃദ്ധരുടെ വേദന കേൾക്കും. സ്കൂൾ വഴിയിൽ കുട്ടികളുടെ ഭയം മനസ്സിലാക്കും. വിവാദങ്ങളിൽ രണ്ടു വശവും കേൾക്കാതെ ഒരിക്കലും വിധി പറയുകയും ചെയ്യാറില്ല. ഗ്രാമത്തിൽ പ്രശ്നമുണ്ടായാൽ ആളുകൾ പറഞ്ഞു തുടങ്ങും, മാധവനോട് ചോദിച്ചാലോ. അവൻ ഉപദേശം നൽകുന്നില്ല, പകരം ചിന്തിക്കാൻ പഠിപ്പിക്കും. ഒരു വർഷം മഴ പൂർണ്ണമായും പിഴച്ചു. നദി വറ്റി, കിണറുകൾ ഉണങ്ങി, വയലുകൾ പൊട്ടിപ്പിളർന്നു. ഗ്രാമത്തിലെ പണക്കാരായ ഭൂമിയുടമകൾ വെള്ളം ശേഖരിച്ചു. പാവങ്ങൾ കുപ്പികളുമായി ദൂരഗ്രാമങ്ങളിലേക്ക് നടന്നു. ഗ്രാമസഭ വിളിച്ചു. പക്ഷെ യോഗം കലഹമായി. ഞങ്ങൾ പണം കൊടുത്താണ് കിണർ കുഴിച്ചത്, നമ്മൾ എല്ലാവരും ഒരേ ഗ്രാമക്കാരല്ലേ, സർക്കാർ ഒന്നും ചെയ്യില്ല. അവസാനം എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തി പിരിഞ്ഞു. അന്ന് രാത്രി മാധവൻ ഉറങ്ങിയില്ല. അവൻ ചിന്തിച്ചു, നേതൃത്വം എന്നത് കസേരയല്ല, അത് ഉത്തരവാദിത്തമാണ്. അടുത്ത ദിവസം രാവിലെ മാധവൻ ചെയ്തത് വിചിത്രമായിരുന്നു. അവൻ സ്വന്തം വീട്ടിലെ കിണറിൻ്റെ താക്കോൽ പുറത്തു കെട്ടിവെച്ചു. ഒരു കുറിപ്പും, ദാഹമുള്ളവർക്ക് വെള്ളം, ചോദ്യം വേണ്ട. ആദ്യം ആളുകൾ വിശ്വസിച്ചില്ല. പിന്നെ ഒരാൾ വന്നു, പിന്നെ 2 ആൾ, പിന്നെ ഒരു കൂട്ടം. വൈകുന്നേരം മാധവൻ്റെ ഭാര്യ ചോദിച്ചു, എല്ലാവർക്കും കൊടുത്താൽ നമ്മൾ എന്തു ചെയ്യും? മാധവൻ പുഞ്ചിരിച്ചു, നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴേ നമ്മൾ രക്ഷപ്പെടൂ. മാധവൻ്റെ പ്രവൃത്തി ഗ്രാമത്തിൽ ചർച്ചയായി. ചിലർ പരിഹസിച്ചു, നേതാവാകാൻ നോക്കുന്നു. ചിലർ ഭയപ്പെടുത്തി, നിന്റെ കിണർ വറ്റും. പക്ഷെ മാധവൻ പിന്മാറിയില്ല. അവൻ യുവാക്കളെ കൂട്ടി നല്ലൊരു മഴവെള്ള സംഭരണം തുടങ്ങാൻ തീരുമാനിച്ചു. പഴയ കുളങ്ങൾ ശുചീകരിക്കാൻ തുടങ്ങി. ആ യുവാക്കളെ കൊണ്ട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ആദ്യം 10 പേർ, പിന്നെ 20, പിന്നെ 50. പക്ഷെ അവൻ ഒരിക്കലും ഒരു വാക്ക് പറഞ്ഞില്ല, ഞാനാണ് നേതാവ്. പകരം ചോദിച്ചു, നമ്മൾ എന്തു ചെയ്യാം? ഗ്രാമത്തിലെ ചില ശക്തർ അസ്വസ്ഥരായി. നമ്മുടെ നിയന്ത്രണം പോവും, ഇവൻ ആളുകളെ തിരിക്കുന്നു. അവർ കള്ളവാർത്ത പടർത്തി. മാധവനെതിരെ പരാതി നൽകി. ഗ്രാമസഭയിൽ അവനെ അപമാനിച്ചു. അന്നൊരു യോഗത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, നിനക്കെന്ത് അധികാരം? മാധവൻ ശാന്തമായി മറുപടി പറഞ്ഞു, എനിക്ക് അധികാരം വേണ്ട, ഉത്തരവാദിത്തം മതി. ആ മൗനം യോഗത്തെ നിശബ്ദമാക്കി. ഒരു രാത്രി വലിയ കാറ്റും മഴയും. പഴയ അണക്കെട്ട് പൊട്ടുമെന്ന ഭീഷണി. ഗ്രാമം മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ മുങ്ങാൻ സാധ്യത. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എത്തിയില്ല. അവരുടെ ഫോണും പ്രവർത്തിച്ചില്ല. ആ നിമിഷം ആളുകൾ ഒരുമിച്ച് പറഞ്ഞു, മാധവനെ വിളിക്കൂ. അവൻ വന്നു. അവൻ ആജ്ഞകൾ കൊടുത്തില്ല, പകരം എല്ലാവരെയും വിളിച്ചു ചേർത്തു. അവൻ ആദ്യം ചെയ്തത് വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതനാക്കി. രാത്രി മുഴുവനും അവൻ മുന്നിൽ നിന്നു. ആദ്യമായി വെള്ളത്തിലിറങ്ങിയത് അവനായിരുന്നു. അവസാനം പുറത്തു വന്നതും. ഗ്രാമം രക്ഷപ്പെട്ടു. അടുത്ത ദിവസം ഗ്രാമം ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, നമ്മുടെ നേതാവ് മാധവനാണ്. പക്ഷെ അവൻ പറഞ്ഞു, ഇത് ഒരാളുടെ വിജയമല്ല, ഇത് നമ്മളുടേതാണ്. പിന്നീട് ആ ഗ്രാമം വല്ലാതെ മാറി. കൃഷി കൂട്ടായ്മയായി, വെള്ളം സമവായമായി, തീരുമാനങ്ങൾ ചർച്ചയായി. സൂര്യപുരം വീണ്ടും പച്ചയായി. വർഷങ്ങൾക്കു ശേഷം ഒരാൾ മാധവനോട് ചോദിച്ചു, നേതൃത്വത്തിൻ്റെ രഹസ്യം എന്താണ്? മാധവൻ മറുപടി പറഞ്ഞു, മുന്നിൽ നടക്കുന്നതല്ല നേതൃത്വം, കഷ്ടകാലത്ത് പിന്നിലാകാതെ നിൽക്കുന്നതാണ്. ഈ കഥയുടെ സന്ദേശം
ഒരു യഥാർത്ഥ നേതാവ് സംസാരിക്കുന്നവനല്ല, കേൾക്കുന്നവനാണ്. അധികാരം തേടുന്നവനല്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവനാണ്. കസേരയിൽ ഇരിക്കുന്നവനല്ല, കാറ്റിനെതിരെ നിൽക്കുന്നവനാണ്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടും രാജ്യമൊക്കെ രക്ഷപ്പെടുമായിരുന്നു. കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. എൻ്റെ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.